ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട് നടക്കുകയാണ്. ഞാൻ ഇന്ന ആളുകളെ പുറത്താക്കാൻ പോവാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താ ചെയ്യുന്നത്? പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബംഗ്ലാ ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ, ഈ മിയാ മുസ്ലിങ്ങൾ എന്ന് ഇദ്ദേഹം വിളിക്കുന്ന ഈ മിയാ മുസ്ലിങ്ങൾ അസമിലെ ഏറ്റവും സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളാണ്. അവർ അസമിൻ്റെ മുഖ്യധാരയിൽ ഇല്ലാത്ത ആളുകളാണ്. പ്രധാനമായി അവർ താമസിക്കുന്നവരാണ് ഈ ബ്രഹ്മപുത്ര നദിയുടെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു നദിയുടെ നടുക്കൊക്കെ മൺതിട്ടകളൊക്കെ പോലെ ഉണ്ടാവും, കുറച്ച് ഭൂമി ദ്വീപ് പോലെ ഉണ്ടാവും. അവിടെയൊക്കെ കുടിൽ വെച്ച് താമസിക്കുന്ന ആളുകളാണ് ബഹുഭൂരിഭാഗം ആളുകൾ. അപ്പോൾ ഇവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനുമില്ല. അപ്പോൾ അവരെ എന്ത് ചെയ്യുന്നു? വ്യാപകമായ ബുൾഡോസർ രാജ് നടപ്പാക്കുന്നു, അവരുടെ ചേരികൾ പൊളിച്ച് നീക്കുന്നു, അവരെ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഓടിക്കുന്നു. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ തന്നെ ഇന്ത്യൻ പൗരന്മാരാണ്, അവർ വോട്ടവകാശമുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ള അസം ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് സന്തോഷമാവും. അപ്പോൾ BJPക്ക് വീണ്ടും ആളുകൾ വോട്ട് ചെയ്യുമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ വിശ്വസിക്കുന്നത്. അത് ഒരു പരിധിവരെ BJPക്ക് അവിടെ വോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമാണ്. ഇന്ത്യയുടെ ഒരു മുഖ്യധാരയിൽ വരാത്തൊരു സംസ്ഥാനമായതുകൊണ്ട് അവിടെ നിന്നുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ വരാറില്ല, കാര്യമായി വരാറില്ല. അവിടെ നിന്ന് എല്ലാ ദിവസവും വാർത്തകൾ വരുന്നവരെ ഒരുപക്ഷെ അവിടെ ഒരു നോർത്ത് ഈസ്റ്റ് ബ്യൂറോ ഉള്ള ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടുഡേ മാത്രമാണ്. ബാക്കി ആർക്കും അവിടെ അങ്ങനെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയുന്നില്ല. ചില അതിഭീകരമായ ദൃശ്യങ്ങളോ വാർത്തകളോ മാത്രമാണ് പുറത്തു വരുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ തോക്ക് ചൂണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചാൽ മാത്രമാണ് അത് വാർത്തയാവുന്നത്. ഇപ്പോൾ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ ചെയ്ത കാര്യം ഒരു ഹെയ്റ്റ് ക്രൈമാണ് എന്നെല്ലാവർക്കും അറിയാം. ആ വീഡിയോ ഹെയ്റ്റ് ക്രൈമിൻ്റെ ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഹെയ്റ്റ് ക്രൈമാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? ഓട്ടോറിക്ഷയിൽ കയറി അവർക്ക് 25 രൂപയാണെങ്കിൽ 20 കൊടുക്കാവൂ, അവരെ പരമാവധി കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്. ഒരു ജനവിഭാഗത്തെ അപരവൽക്കരിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞാൽ തന്നെ നിയമവിരുദ്ധമാണ് ആ കാര്യം. അതിൻ്റെ നടപടി പോട്ടെ, ഒരാൾ പരാതി കൊടുത്ത് കേസെടുപ്പിക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത്? അസമിലെ ദിബ്രുഗഡിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കും. കേസെടുത്തിട്ട് വിചാരണ അവിടെ ആയിരിക്കും. ആളുകളെ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ എത്തി കേസ് നടത്തുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഹിമന്ത ബിശ്വ ശർമ്മ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെയ്റ്റ് ക്രൈമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രസ്താവനകൾക്ക് രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിൽ കേസെടുത്തുകൂടെ? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത്, കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കേസ് എടുക്കണം. ഹിമന്ത ബിശ്വ ശർമ്മ കേരളത്തിൽ വന്ന് കേസ് നടത്തരുതെന്ന് വിചാരിക്കണം. അത് തിരിച്ചും അങ്ങനെയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ പോലും ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, ആർക്കും അതൊരു പ്രശ്നമല്ല. അവിടെ എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ളതാണ് ആളുകളുടെ പ്രശ്നം. പിന്നെ ഒപ്പോസിഷൻ, ഇപ്പോൾ തരുൺ ഗൊഗോയ് ഒക്കെ അവിടെ നിന്ന് വളർന്നു വന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്, അതാരും റിപ്പോർട്ട് പോലും ചെയ്യുന്നില്ല, മാധ്യമങ്ങളിൽ വരുന്നില്ല. പാർലമെൻറ്റിലാകട്ടെ ഇതൊന്നും പറയാൻ സമയമില്ല. അവിടെ 100 കൂട്ടം വേറെ പ്രശ്നങ്ങളുണ്ട്, പറയാൻ തന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ അസമിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം ഈ വർഷം ഇലക്ഷൻ നടക്കാൻ പോകണം അവിടെ കേരളത്തോടൊപ്പം. സ്വാഭാവികമായും ആ ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഇതിൽ കൂടുതൽ എന്താണ് വരാനുള്ളതെന്നാണ്. അതായത് ഒരു വംശഹത്യയുടെ, ഒരു മുസ്ലിം വിരുദ്ധ കലാപം നടന്നൊരു സ്ഥലമാണ്. നെല്ലി കലാപം നടന്ന സ്ഥലമാണ്. നെല്ലി കലാപം നടന്നത് എങ്ങനെയാണ് നമുക്കറിയാം. വാജ്പേയി വന്ന് പ്രസംഗിച്ചിട്ട് പോയ തൊട്ടുടനെ മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകളയാണ് ചെയ്തത്. അങ്ങനെ വംശഹത്യക്ക് സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ്, അതിന് സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ്. എന്നിരിക്കെ ഇനി ഇതിൽ കൂടുതൽ എന്താണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം. മറ്റൊരു വംശഹത്യക്ക് അസം സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക. ഇതാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്.